ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ പ്രതികരണവും വരുന്നുണ്ട്. ജമ്മു കശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം അത് അത്രമേൽ ആശങ്കപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതുമാണെന്നാണ് രാഷ്ട്രപതിയുടെ ആദ്യത്തെ പ്രതികരണം. ഇത്രയും മനുഷ്യത്വരഹിതമായ ഭീകരാക്രമണം നടത്തിയവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം, ശക്തമായ ഭാഷയിൽ അതിനെ അപലപിക്കുകയും രാഷ്ട്രപതി ചെയ്യുന്നുണ്ട്. അർജുൻ, കഴിഞ്ഞ കുറച്ചു നാളുകളായി കശ്മീർ വീണ്ടും സമാധാനത്തിന്റെ പാതയിലാണ് എന്ന് നമ്മളെല്ലാവരും വിശ്വസിച്ച് വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഒരുപക്ഷെ രാജ്യത്തെ മുഴുവൻ, ലോകത്തെ പോലും നടക്കുന്ന ഈ ഭീകരാക്രമണം പുറപ്പെടുന്നത്. ഇത് ഒരു ടൂറിസ്റ്റ് മേഖലയായി വീണ്ടും നല്ല രീതിയിൽ കശ്മീർ വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ടൂറിസ്റ്റ് മേഖലയിൽ വലിയ നേട്ടം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ജമ്മു കാശ്മീർ കൂടുതൽ വിനോദസഞ്ചാരികൾ പോകാൻ മടിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുന്ന പല സ്ഥലത്ത് പോലും വീണ്ടും പോയി അവിടെയെല്ലാം ആ സ്ഥലങ്ങളെല്ലാം സജീവമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ അനന്തനാഗും ഷോപ്പോറും അടക്കമുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ എടുത്തു പറയേണ്ടി വരും. അവിടെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ അവിടെ സുരക്ഷാ സേനയ്ക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകാറുണ്ട്. അതിൽ വലിയ പങ്ക് വഹിക്കുന്നതും ഈ TRF തന്നെയാണ്, അഥവാ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന തന്നെയാണ്. അതിനെല്ലാം കൃത്യമായിട്ടുള്ള മറുപടിയും നമ്മുടെ സുരക്ഷാ സേന, കരസേനയും വ്യോമസേനയും എല്ലാം നൽകിക്കൊണ്ട് വരുന്നു. പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, കൃത്യമായിട്ട് പറഞ്ഞാൽ 8 വർഷത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ 8 വർഷത്തിന് മുൻപാണ് സമാനമായി ഈ അനന്ത്നാഗിൽ, ഈ പെഹൽഗാമിൽ അന്ന് അമർനാഥ് യാത്രയ്ക്ക് പോയവരെ, അല്ലെങ്കിൽ അമർനാഥ് യാത്രയുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നവരെ, അവർക്കെതിരെ ഇത്തരത്തിൽ ഭീകരാക്രമണം ഉണ്ടായിരുന്നത്. അതിന് 8 വർഷങ്ങൾക്കിപ്പുറം ഏതാനും നാളുകൾക്കകം തന്നെ ഈ അമർനാഥ് യാത്ര വീണ്ടും തുടങ്ങാൻ പോകുന്നു. അതിൻ്റെ രജിസ്ട്രേഷനെല്ലാം തന്നെ അവസാന ഘട്ടത്തിലായി നിൽക്കുന്നു. ആ വേളയിൽ തന്നെ ഇത്തരത്തിലൊരു വിനോദസഞ്ചാര കേന്ദ്രം തിരഞ്ഞുപിടിച്ച് വിനോദസഞ്ചാരികളെ തിരഞ്ഞുപിടിച്ച് അവരെ ലക്ഷ്യം വെച്ച് ഒരു ആക്രമണം നടത്തുക എന്ന് പറയുന്നതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ടായിരിക്കണം. അതിൽ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടാണ് നിലവിൽ എന്തായാലും ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ പുറകിലുള്ള മറ്റു പിന്നാമ്പുറ കാര്യങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ വരും മണിക്കൂറുകളിലോ വരും ദിവസങ്ങളിലോ അതിൽ കൂടുതൽ വ്യക്തത വരുമെന്നുള്ള കാര്യം അടക്കമാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സൈനിക നടപടികളും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളും എല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി മുന്നോട്ട് പോകും. എന്തായാലും വലിയ വ്യാപ്തി തന്നെയാണുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഈ വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ചുണ്ടാകുന്നു. അതും ഈ 8 വർഷത്തെ ഗ്യാപ്പ് മുൻപും അമർനാഥ് യാത്രയ്ക്ക് പോകുന്ന ആളുകൾക്കെതിരെ ഉണ്ടാകുന്നു. അതേ സ്ഥലത്ത് വെച്ച് തന്നെ ഉണ്ടാകുന്നു. ഒപ്പം പ്രധാനമന്ത്രി സൗദി അറേബ്യയിലുള്ള ഒരു സാഹചര്യം, ഒപ്പം തന്നെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് നിലവിൽ ഇന്ത്യൻ പര്യടനത്തിലുള്ള സമയത്ത് തന്നെ വിനോദസഞ്ചാരികളെ, സാധാരണ വ്യക്തികളെ ലക്ഷ്യം വെച്ച് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് നടത്തിയിരിക്കുന്ന ഈ ഒരു ആക്രമണം, അതിൻ്റെ വ്യാപ്തി വളരെ വലുത് തന്നെയാണ്. ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ്. അതിൽ ഒരു സ്ഥിരീകരണമാണ് ഇനി വരാനിരിക്കുന്നത്.